ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ സെക്ഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ അടുത്തൊരു PYQ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം PYQs ആയിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. സോ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ ചോദ്യം എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ചോദ്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അന്തിമ കയ്യെഴുത്തു പത്രികയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എത്ര അംഗങ്ങളാണ് ഒപ്പുവെച്ചത്? വളരെ ഒരു ഡയറക്റ്റ് ചോദ്യമാണ്, ഒരു ഫാക്ച്വൽ ചോദ്യമാണ്. എത്ര പേരാണ് നമ്മൾ ഫൈനൽ ഡ്രാഫ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ്, അതായത് ആ ബുക്ക് ലാസ്റ്റ് നമ്മൾ ഫൈനലായിട്ട് എടുത്തു വെച്ച ബുക്ക്, അതിൽ എത്ര അംഗങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ എത്ര അംഗങ്ങൾ ഒപ്പുവെച്ചു? എത്ര അംഗങ്ങളായിരിക്കും? 284 എന്നുള്ള നമ്പർ നിങ്ങൾ അവിടെ തന്നെ അങ്ങനെ ഓർത്തു വെക്കണം. 284 പേര്. നമ്മുടെ ടോട്ടൽ സ്ട്രെങ്ത് ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ എന്താണ്, 284 പേരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് ഈ കയ്യെഴുത്തു പത്രിക, അതായത് ഫൈനൽ ഡ്രാഫ്റ്റിൽ എന്ത് ചെയ്യുന്നത്? ഒപ്പുവെക്കുന്നത്. ഓക്കെ, ഫൈനൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പുവെക്കുന്നത്. ഓക്കെ ആണോ? അത് ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത് വളരെ അതിലും ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന, അഡ്രസ് ചെയ്യാന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലടാ. ആരാണ് ആദ്യം അഡ്രസ് ചെയ്തത്, അഭിസംബോധന ചെയ്തത്? അവിടെ ആരാണ് ആദ്യമായിട്ട് അതിനെ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് അഭിസംബോധന ചെയ്തത്, ആരാണ് അഡ്രസ് ചെയ്തത്? നമുക്ക് ഈസി ആയിട്ട് എപ്പോഴും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എന്നാണ് JB കൃപലാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. JB കൃപലാനി എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ താൽക്കാലിക അധ്യക്ഷനായിട്ടുള്ള സച്ചിദാനന്ദ സിൻഹയെ പഠിച്ചു. പിന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ്, ഏജിന്റെ ഏറ്റവും മുതിർന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പഠിച്ചു. രാജേന്ദ്ര പ്രസാദ് അതിന് ശേഷം വന്നതാണ്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, മറ്റുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? എല്ലാവരും ഇവിടെ ഉണ്ട് അല്ലേ? ശരിയാണ്. ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നെഹ്റു ഉണ്ട്, രാജേന്ദ്ര പ്രസാദ് അവിടെ കിടപ്പുണ്ട്, സച്ചിദാനന്ദ സിൻഹ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ആരെ പിക്ക് ചെയ്യണം? JB കൃപലാനിയെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അടുത്തൊരു ചോദ്യം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനയുടെ താൽക്കാലിക പ്രസിഡന്റായി, ഒരു യൂണിക് ചോദ്യമാണ് കേട്ടോ, പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? അതായത് ഏതോ രാജ്യത്തിന്റെ അദ്ദേഹം അവിടെ രാജ്യം ഫോളോ ചെയ്തിരുന്ന അതേ ഒരു രൂപമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ നമ്മളെ താൽക്കാലിക ടെമ്പററി എന്താണ് അധ്യക്ഷനായിട്ടുള്ള പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നത്. എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിനുള്ള സഭയിലുള്ളതിൽ വെച്ച് ഏറ്റവും മുതിർന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സച്ചിദാനന്ദ സിൻഹയെ നമ്മുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത്. ഫ്രാൻസിന്റെ ഒരു PYQ ആണ് ഇതും. എല്ലാം PYQ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്രാൻസിന്റെ അവിടെ നടത്തിയ ഒരു രൂപത്തിന്റെ ഒരു മാതൃക എന്നോണമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹത്തെ എന്തായാലും തിരഞ്ഞെടുത്തത് താൽക്കാലിക പ്രസിഡന്റ് ആണ് കേട്ടോ, താൽക്കാലിക പ്രസിഡന്റ് ആണ്. അതിനുശേഷം പിന്നീട് വന്നതായിരുന്നു രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തെ നമ്മൾ ശരിക്കും തിരഞ്ഞെടുത്താണ്. ഇദ്ദേഹത്തെ എന്താണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും മുതിർന്ന പൗരൻ എന്ന നിലയിലാണ് തിരഞ്ഞെടുത്തത്. ഓക്കെ ആണല്ലോ? ഫ്രണ്ട്സ്, പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. അടുത്തൊരു ചോദ്യം നോക്കൂ. ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിൽ എത്തുന്ന മുൻപ് ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതിന് മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി എന്താണ്? അദ്ദേഹം വഹിച്ച പദവി എന്താണ്? 1900 എന്താണ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഈ 46 നമ്മൾ തുടങ്ങിയ ആ, ഭരണഘടനാ നിർമ്മാണ സഭ, അത് പിന്നെ 1950 ജനുവരി 26 ഇദ്ദേഹം എന്താവാണ്? പ്രസിഡന്റായി മാറുകയാണ്. നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റായി മാറുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 1951 എന്ത് ചെയ്യുന്നു? സോറി, 50 കേട്ടോ. 50 ജനുവരി 26 ഇദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ്, നമ്മൾ ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരെയാണ്? നമ്മൾ രാജേന്ദ്ര പ്രസാദിനെയാണ് നമ്മൾ പറയാറ്. അപ്പൊ അദ്ദേഹം ആ പദവി എത്തുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം എന്തായിരുന്നു? ഉപരാഷ്ട്രപതി ആയിരുന്നോ? അല്ലല്ലോ, അല്ല. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ ആയിരുന്നോ? സ്പീക്കറും ആയിരുന്നില്ല. ഉപപ്രധാനമന്ത്രി ആയിരുന്നോ? അല്ല. എന്നാൽ അദ്ദേഹം എന്തായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ട്വിസ്റ്റ് ഇതൊന്നും ചോദിച്ചു, എന്താണ്? പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ്. അപ്പൊ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം എന്നാണ് പ്രസിഡന്റ് ആയത് എന്നുള്ളത്. 1950 ജനുവരി 26 എന്ത് ചെയ്യുന്നത്? അദ്ദേഹം പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം എന്തായിരുന്നു?
ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ? ഓക്കെയാണ്, ഓക്കെയാണ്. ഇതെന്തായി പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന വേർഡ് ഇവിടെ ശരിയാണ് ശരിയല്ല എന്നൊക്കെയുള്ളതാണ്. അപ്പം ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. 1949 നവംബർ 26 ആണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കുന്നത് അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് സർദാർ വല്ലഭായി പട്ടേൽ ആയിരുന്നോ? നമ്മൾ മുമ്പ് ഒരു തവണ ചർച്ച ചെയ്തതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. ആണ് എന്നൊക്കെ തോന്നും. ഒന്ന് വെയിറ്റ് ചെയ്യാം, നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ ജനസംഖ്യ, അതായത് ആകെ മെമ്പേഴ്സ് 543 എന്നുള്ള നമ്പറാണ്. 543 നമ്മൾ മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു നമ്പർ ആയിരിക്കും 43. പക്ഷെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടേതല്ല. ഓക്കെ, നമ്മളെ ലോക്സഭയിൽ ഉണ്ടാവുന്ന മാക്സിമം നമ്പർ അല്ല, അവിടെ ഉൾക്കൊള്ളുന്ന നിലവിലെ നമ്പറാണ് 543. അപ്പൊ അത് തെറ്റാണ് കേട്ടോ. ഓക്കെ, ദെൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഒന്നും ആരല്ല? BR അംബേദ്കർ അല്ല. നമ്മൾ പഠിച്ചതാണ്, രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതും തെറ്റാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നോ? അല്ല, നെഹ്റു ആണ്. അപ്പൊ അതും തെറ്റാണ്. ഇതിന്റെ ഒന്നാമത്തെ മാത്രമാണ്. അപ്പൊ ഒന്നാമത്തെ ഫാക്ട് അത്ര വലിയ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഫാക്ട് ഒന്നല്ല. പക്ഷെ എന്ത് ചെയ്യണം, അത് അതുകൊണ്ട് നമുക്ക് ചിലപ്പം ഈസി ആയിട്ട് കിട്ടും. പക്ഷെ ഈ ബാക്കിയുള്ള ഫാക്ടറുകൾക്ക് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. മറ്റെവിടെയെങ്കിലൊക്കെ ബുദ്ധിമുട്ടാക്കി തന്നാലോ. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞാൽ, നമ്മൾ വിഭജനത്തിന് മുമ്പും ശേഷവും എന്ന് പറയണം. വിഭജനത്തിന് മുമ്പ് നമുക്ക് മാക്സിമം സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് 389 ആയിരുന്നു. ഇതിൽ ഡിവിഷൻസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇപ്പം നോക്കുന്നില്ല, പിന്നീട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മൾ നോക്കും. 380 ആയിരുന്നു നമ്മൾ ടോട്ടൽ മെമ്പേഴ്സ്. ഇവിടെ വിഭജനത്തിന് മുമ്പ് കേട്ടോ, ബിഫോർ ആണ് കേട്ടോ. ആഫ്റ്റർ എത്രയാണ് വരുന്നത്? 299 കേട്ടോ. അതായത് ഇന്ത്യ പാക് വിഭജനം വന്നതിന് ശേഷം 299 ആണ്. നമ്പർ 2 ഓർത്ത് വെക്കൽ നിർബന്ധമാണ്. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യം, ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇവിടെ എന്താണ് ചോദിച്ചത്? ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കപ്പെടുന്നത്. നമുക്ക് നോക്കാം അല്ലെ. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. എല്ലാ വിഭാഗപ്പെട്ട മതസ്ഥരിൽ നിന്നുള്ളവരുടെയും പ്രാതിനിധ്യം, റെപ്രസെന്റേഷൻ എവിടെ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചത്. ഞാൻ താഴ്ന്ന് മുകളിലോട്ട് തന്നെ പോവാം. ശരിയാണ്, കോൺഗ്രസ് ആണ് ഒരു ആധിപത്യം. നമ്മൾ എങ്ങനെ നോക്കിയാലും മുസ്ലിം ലീഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും ആധിപത്യം സ്ഥാപിച്ചത് കോൺഗ്രസ് ആയിരുന്നു. മെയിൻ നാഷണൽ പാർട്ടി എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് തന്നെയാണ് കൊണ്ടുപോവുക. ഇനി എല്ലാ മതസ്ഥരിലും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു അല്ലെങ്കിൽ പ്രാതിനിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. നമ്മൾ ഇന്നത്തെ ഹിന്ദു, മുസ്ലിം, സിഖ് അങ്ങനെ പറയുന്ന എല്ലാ കാറ്റഗറിയും, മുസ്ലിം, സിഖ്, പിന്നെ ഒരു ജനറൽ കാറ്റഗറി, അങ്ങനെ 3 കാറ്റഗറി ആയിരുന്നു. അങ്ങനെ എല്ലാ മതസ്ഥർക്കും എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റേഷൻ കൊടുക്കാൻ ശ്രമിച്ച ഒന്നായിരുന്നു. അപ്പൊ അതും ശരിയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരുമായിരിക്കും. പക്ഷെ ഇത് അല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനത്തിലല്ല. ഈ പ്രായപൂർത്തി വോട്ടവകാശം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 18 വയസ്സ് അങ്ങനെ അതിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാമെന്നുള്ള ഇതായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ആ ഒരു രീതി ആയിരുന്നില്ല. മറിച്ച് എന്തായിരുന്നു? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ, അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, അതായിരുന്നു നമ്മൾ ഫോളോ ചെയ്തത്. സിംഗിൾ ട്രാൻസ്ഫർ വോട്ടിംഗ് സിസ്റ്റം രൂപത്തിലുള്ള എന്താ പറയാ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയായിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് എന്താണ്, ഇതും ശരിയാണ്. കാരണം എന്താണ്, ഇവിടെ എന്താ പറഞ്ഞത്? അടിസ്ഥാനത്തിലല്ല, മറിച്ച് എന്തിലാണ് ഫോളോ ചെയ്തത്? നമ്മൾ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലാണ് നമ്മൾ പോയത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്താണ്? പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ ആണല്ലോ. അപ്പം എല്ലാം ശരിയാണ്.
ഓക്കെ, അടുത്ത നോക്കാം. ശരിയല്ലാത്ത ജോഡി. ഇവിടെ ശരിയല്ലാത്ത എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ശരിയല്ലാത്ത. ഡോക്ടർ ബി ആർ അംബേദ്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ശരിയാണ്. പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഇനി അതിലെ മെമ്പേഴ്സിനെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പഠിക്കും. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. അത് സച്ചിദാനന്ദ സിൻഹയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അത് അവിടെ നോക്കേണ്ടതാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ്. അല്ലേ? നമുക്കറിയാവുന്നതാണ് അല്ലെ? സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ സച്ചിദാനന്ദ സിൻഹയാണെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. മറിച്ച് ആരാണത്? നെഹ്റു ആണ്. നെഹ്റു ആണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കുന്നത് നെഹ്റു ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എത്രയാണ്? നമുക്ക് ഒന്നാമത്തെ ശരിയാണ്, മൂന്നാമത്തതും ശരിയാണ്. അപ്പം ഒന്നും മൂന്നും എന്നാണ് എടുക്കേണ്ടത്. ഒന്നും ഓക്കെ, സോറി, തെറ്റായ ജോഡികൾ ഏതാണെന്ന് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് രണ്ടും നാലുമാണ് എടുക്കുക. രണ്ടും നാലും. ഓക്കെ, രണ്ടും നാലും. ഓക്കെ, സി ആണ് വരിക. ഓക്കെ, ശരിയല്ലാത്ത ജോഡി എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? അംബേദ്കർ ആണ്. പിന്നെ മറ്റൊരു ജോഡി ഏതാണ്? തേർഡ് ആയിട്ട് രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ്. തെറ്റായിട്ടുള്ള ഏതൊക്കെയാണ്? ഈ രണ്ടും അതുപോലെ നാലും എന്നുള്ള ജോഡിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്കൊരു ചോദ്യം, ഒരു ചോദ്യം കൂടി, നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? നേരത്തെ പോലെ തന്നെ നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം എം എൻ റോയിയെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അല്ലെ? എം എൻ റോയ് ആദ്യം നിർദ്ദേശിച്ച ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി എന്ന ആശയം, ഒരു ട്രാൻസ്ലേഷനിൽ വരുന്ന ഒരു മാറ്റമാണ്. എം എൻ റോയ് ആണ് ആദ്യമായിട്ട് ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ശരിയായിട്ടുള്ള കാര്യമാണ്. എന്തായിരുന്നു? 1934 അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ പാട്രിയോട്ട്. 1934 ഇന്ത്യൻ പാട്രിയോട്ട്, ഞാൻ IP എന്ന് മാത്രം ഇടുന്നു കേട്ടോ. ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു മാസിക അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇത് പുറത്ത് അങ്ങനെ അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നിർബന്ധമാണ്, പഠിച്ചിരിക്കണം. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ അസംബ്ലി രൂപീകരിച്ചതിന് 1946 ക്യാബിനറ്റ് മിഷൻ, 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ശുപാർശ ചെയ്തിട്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയതല്ലടാ. അത് നമ്മൾ നോക്കിയതാണ്. അപ്പൊ ശരിയല്ലാത്ത ഏതാണ് ഇപ്പോൾ ചോദ്യം? ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിയല്ലാത്തതാണ് നമ്മളെ ചോദ്യം. 1946 ഡിസംബർ 9, 1946 ഡിസംബർ 9 അസംബ്ലി, ഭരണഘടനാ അസംബ്ലി ആദ്യമായി വിളിച്ചു ചേർത്തു. ശരിയാണല്ലോ, ശരിയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയുടെ പ്രസിഡന്റായി നിയമിച്ചു. പ്രസിഡന്റ് ആണോ? അല്ല. അദ്ദേഹം അല്ല പ്രസിഡന്റ്. പ്രസിഡന്റ് നമുക്കറിയാം, താൽക്കാലിക പ്രസിഡന്റ് സച്ചിദാനന്ദ് സിൻഹയും പിന്നീട് തെരഞ്ഞെടുത്ത പ്രസിഡന്റ് നടന്നത് നമ്മൾ രാജേന്ദ്ര പ്രസാദുമാണ്. അദ്ദേഹം എന്തായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അപ്പൊ അതാ ഒന്നും എന്താണ്? ഒന്നും എത്രയാണ്? ഒന്നും നാല് മാത്രം ശരിയല്ല എന്നുള്ളതാണ്. നാല് മാത്രം ശരിയല്ല എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. സോ ഇതാണ് നമ്മൾ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.